ബോഡിയുടെ കാര്യം തിരക്കിയപ്പോഴാണ് പോലീസ് പറയുന്നത് വിജിത്തിൻ്റെ ഭാര്യ ബോഡി വാങ്ങിച്ച് സംസ്കരിച്ചു. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണമെന്ന് പറഞ്ഞത് ഈ വിജിത്ത് എന്ന് പറഞ്ഞ ആൾ വിവാഹം കഴിച്ചിട്ടുള്ള ആളല്ല. പിന്നെ ആരാണ് വാങ്ങിച്ചതെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ആൾമാറാട്ടം നടത്തി ബോഡി വാങ്ങി സംസ്കരിച്ചു. അതെ, തമിഴ്നാട് പോലീസിനെ തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് ജോലിക്കായി പോയ യുവാവ് 7 മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. ഇത് കുടുംബം അറിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ആലപ്പുഴ കരുവാറ്റ സ്വദേശിയായിട്ടുള്ള വിജിത്താണ് 7 മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ വെച്ച് മരണപ്പെട്ടത്. മൃതദേഹം അന്വേഷിച്ച് തമിഴ്നാട്ടിലേക്ക് പോയ വിജിത്തിന്റെ കുടുംബത്തോട് തമിഴ്നാട് പോലീസ് പറഞ്ഞത് വിജിത്തിന്റെ ഭാര്യ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചു എന്നാണ്. എന്നാൽ അവിവാഹിതനായ വിജിത്തിന്റെ മൃതദേഹം ഭാര്യ ഏറ്റുവാങ്ങി എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുമെന്നാണ് കുടുംബം ചോദിക്കുന്നത്. മരണം നടന്നിട്ട് 7 മാസത്തോളമായിട്ടും കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചിട്ട് പോലുമില്ല. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആലപ്പുഴ കായംകുളം കണ്ടല്ലൂർ സ്വദേശിനിയായ ലേഖ എന്ന സ്ത്രീയാണ് വിജിത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചതെന്ന് ബോധ്യമായിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് വിജിത്തിന്റെ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. ഞാൻ വിജിത്തിന്റെ ചിറ്റപ്പനാണ്. വിജിത്ത് നാട്ടിൽ എറണാകുളത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബിൽഡിംഗ് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബിൽഡിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നും പോകും ഒക്കെ ചെയ്യുമായിരുന്നു. ഇതിനിടയ്ക്കാണ് അവൻ ഓസൂർ തമിഴ്നാട്ടിലേക്ക് ജോലിക്ക് പോകുന്നത്. അത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചേട്ടനുമായിട്ട് ചെറുതായിട്ട് മദ്യപാനിയൊക്കെ ആയതുകൊണ്ട് ചേട്ടനും അനിയനും വളരെ ചെറിയൊരു നീരസമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് പിന്നെ വിജിത്ത് കൂടെ ഇങ്ങോട്ട് വരാതിരിക്കുകയും വിജേഷിൻ്റെ കാര്യങ്ങൾ തിരക്കായിരുന്നേ. അതുകൊണ്ട് വിജേഷ് അങ്ങനെ അവനെയും വിളിക്കാറില്ലായിരുന്നു. ഈ ഒരു നീരസം കൊണ്ടാണ് വിളിക്കാതിരിക്കുന്നതാണ് നിങ്ങൾ ആദ്യം ഞങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ പിണക്കം കൊണ്ടായിരിക്കാം വിളിക്കാതിരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. ഇത്രയും നാൾ ഇങ്ങനെ വിളിക്കാതും പറയാതും വരാതും ഇരിക്കത്തില്ല, നാട്ടിലെങ്ങും വരാതിരിക്കത്തില്ല. അങ്ങനെയാണ് ഒരു മിസ്സിംഗ് കേസ് ഹരിപ്പാട് പോലീസിന് കൊടുക്കുന്നത്. പോലീസ് അന്വേഷണത്തിലാണ് വിജിത്ത് മരിച്ചുപോയി, ഓസൂർ ഒരു ആത്മഹത്യയിൽ മരണപ്പെട്ടു എന്ന് പോലീസ് പറഞ്ഞു. ഏതാണ്ട് 7 മാസം മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ 11-ാം തീയതിയാണ് മരണപ്പെട്ടതായിട്ട് നമുക്ക് പോലീസ് തന്നിരിക്കുന്ന FIR തന്നിരിക്കുന്നത്. ഇവിടുന്ന് ഹരിപ്പാട് പോലീസുമായിട്ട് ഓസൂർ പോകുന്നു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ബോഡിയുടെ കാര്യം തിരക്കിയപ്പോഴാണ് പോലീസ് പറയുന്നത് അത് അവർ വിജിത്തിൻ്റെ ഭാര്യ ബോഡി വാങ്ങിച്ച് സംസ്കരിച്ചു എന്നാണ് പറയുന്നത്. അവർ പിന്നെ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് പോയി. യഥാർത്ഥത്തിൽ പോലീസ് പറയുമ്പോൾ തന്നെ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണമെന്ന് പറഞ്ഞത് ഈ വിജിത്ത് എന്ന് പറഞ്ഞ ആൾ വിവാഹം കഴിച്ചിട്ടുള്ള ആളല്ല. പിന്നെ ആരാണ് വാങ്ങിച്ചതെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. തമിഴ്നാട് പോലീസിൻ്റെ FIR പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം സ്വദേശിയായ ഒരു രേഖ ആണ് ഈ ഡെഡ് ബോഡി വാങ്ങിച്ചു അവിടെ സംസ്കരിച്ചിരിക്കുന്നത്. ആൾമാറാട്ടം നടത്തി ഇദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ആൾമാറാട്ടം നടത്തി ബോഡി വാങ്ങി സംസ്കരിച്ചു. അതെ, തമിഴ്നാട് പോലീസിനെ തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. കാരണം കള്ളമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വിജിത്തിന്റെ ഭാര്യയാണെന്നാണ് FIR-ലുള്ളത്. അതിപ്പോൾ ഒരു കാരണവശാലും പിന്നെ വിജിത്തിന് അങ്ങനെ ഒരു ഭാര്യയില്ല, വിജിത്ത് അങ്ങനെ കല്യാണം കഴിച്ചിട്ടുമില്ല. ഈ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു? അവരുടെ പശ്ചാത്തലം എന്താണ്? അവരുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മിക്ക 2 കുട്ടികളും ഭർത്താവും ഉള്ളതാണ്. അവർ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. പിന്നെ ഇപ്പം എങ്ങനെയാണ് ഈ വിജിത്തിൻ്റെ കൂടെ കൂടിയെന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വഴിയൊരുക്കിയൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കിപ്പോൾ അറിയേണ്ടതെന്ന് പറഞ്ഞത് ഞങ്ങളെ അറിയിക്കാതെ കണ്ട് എന്തുകൊണ്ടാണ് ഈ പിന്നെ ശവസംസ്കാരം അവർ നടത്തേണ്ടത്? അവർ തന്നെ മേടിച്ച് ചെയ്യല്ലായിരുന്നു. ഇത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഭാര്യയൊന്നും കുടുംബത്തെ അറിയിച്ചതേ ഇല്ല. അവൻ്റെ ഡെഡ് ബോഡി അവർ വാങ്ങിക്കുന്നു, ഭാര്യയാണെന്നും പറഞ്ഞ് വ്യാജേന അവൾ വാങ്ങിച്ചിട്ട് ഇത് ചെയ്യുകയാണ്. ഞങ്ങൾ ഈ കുടുംബത്തെ അല്ലെങ്കിൽ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തോ അല്ലെങ്കിൽ വിജിത്തിൻ്റെ ആ ഫോൺ നമ്പറിൽ ഇഷ്ടം പോലെ കൂട്ടുകാരുടെ നമ്പറുണ്ട്. ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒന്ന് പറയാം, അല്ല വിജിത്ത് ഇങ്ങനെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, ആത്മഹത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വന്നോ അല്ലെങ്കിൽ അവനെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ അയച്ചു തരാം, എന്തെങ്കിലും ചെയ്യാം എന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല. ഇവർ തന്നെ എന്തിനാണ് ഈ പോലീസിനെ പോലും കബളിപ്പിച്ചിട്ട് ആർഭാട്ടം നടത്തിയാണ് ഈ രേഖ ഈ വിജിത്തിൻ്റെ ശവസംസ്കാരം അവിടെ നടത്തിയിരിക്കുന്നത്, പൊതുശ്മശാനത്ത് കൊണ്ടുപോയി ചെയ്തിരിക്കുന്നത്. ഈ സംസ്കാരം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞു, സംസ്കരിച്ചു. 7 മാസം കഴിഞ്ഞിട്ടും കുടുംബത്തെ ഫോണിലൂടെ പോലും അറിയിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പം അന്വേഷിച്ച് ചെല്ലുമ്പോഴല്ലേ നമ്മൾ അറിയത്. പോലീസ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ മിസ്സിംഗ് കേസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. നിങ്ങൾക്ക് ഈ ലേഖയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത് പോലും തമിഴ്നാട് പോലീസിൻ്റെ FIR-ന്റെ കോപ്പി വാങ്ങി പരിശോധിക്കുമ്പോൾ അതിൽ നിന്നാണ് ഈ ഡേറ്റാസ് ഒക്കെ കിട്ടുന്നത്. അതെ. ആ കോപ്പി കിട്ടിയതിന് ശേഷമാണ് രേഖ കൂട്ടുണ്ടായിരുന്നെന്നും പിന്നെ വിജിത്തിൻ്റെ കൂടെ കഴിയുമായിരുന്നെന്നും ഒക്കെ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കണ്ടുമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ല. അവരുടെ FIR-ൽ പറയുന്ന അവരുടെ മൊഴി എന്താണ്? 5 മാസക്കാലമായി ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ഭർത്താവാണ് വിജിത്ത്. ഞങ്ങൾ 5 മാസമായിട്ട് അവിടെ താമസിക്കുമായിരുന്നെന്നാണ് പോലീസിനോട് രേഖ പറഞ്ഞിരിക്കുന്നത്. അവർ തമ്മിൽ താമസിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഈ ഡിസംബർ 9-ാം തീയതി രാത്രിയിൽ 2 പേരും കൂടെ വഴക്കുണ്ടാകുന്നു. കാരണം എന്ന് പറഞ്ഞത് വിജിത്തിൻ്റെ പാക്കറ്റിൽ സിഗരറ്റും അൻസും അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു.
അത് രണ്ടുപേരും കൂടെ പറഞ്ഞു, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടായപ്പോൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടായി. ആ സമയത്ത് രേഖ അവിടുന്ന് പുറത്ത് പോയിട്ട് അപ്പുറത്ത് ഒരു വീടുണ്ടായിരുന്നു, അവിടെ പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇരുന്നിട്ട് അവൾ തിരിച്ചു വരുന്നത് 11 മണിക്കാണ്. 11 മണിക്ക് തിരിച്ചു വരുമ്പോഴാണ് ബിജിത്ത് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മരണത്തിൽ ദുരൂഹതയും സംശയവും ഉണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ഫോണൊക്കെ പൊട്ടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ആ ഫോണിൽ നിന്ന് അവൻ്റെ സിം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇതിന് സത്യമായിട്ടുള്ള ഇത് നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഇവരൊന്നും ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യത്തില്ല. നല്ല സ്ട്രോങ് ആയുള്ള പയ്യനാണ്. ഇവർ ഒരുമിച്ച് താമസിച്ച് പിടിച്ചെന്നൊക്കെ ഇപ്പോൾ പോലീസിൽ തമിഴ്നാട് പോലീസ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. അന്നേരം നമ്മൾ ഈ സംഭവങ്ങൾ അറിയുന്നത് തന്നെ. മരണം നടന്ന് 7 മാസങ്ങൾ കഴിഞ്ഞിട്ടും മരണവിവരം വിജിത്തിന്റെ കുടുംബത്തിനെ അറിയിച്ചിട്ടില്ല. സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് എന്നാണ് വിജിത്തിന്റെ കുടുംബം ആരോപിക്കുന്നത്. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ആലപ്പുഴ കരുവാറ്റയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.